നമസ്കാരം, ET ടോക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വിപണിയെ സംബന്ധിച്ച് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. പ്രമുഖ ട്രേഡിംഗ് കമ്പനി ആയിട്ടുള്ള ജെയിൻ സ്ട്രീറ്റിനെതിരെ സെബി ഒരു വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ളൊരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കറ്റിലൊരു വലിയ മാനിപ്പുലേഷൻ കമ്പനി നടത്തിയെന്നും 40,000 കോടി രൂപയോളം പ്രോഫിറ്റ് ഈ ഒരു മാനിപ്പുലേഷൻ വഴി ഈ ഒരു കമ്പനി ഉണ്ടാക്കിയെന്നൊക്കെയായിരുന്നു അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ട് മാത്രമാണ് ഇങ്ങനെ സെബി ഒരു വിദേശ കമ്പനിക്കെതിരെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇൻഡെപ്ത് ആയിട്ട് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ പിന്റു ചേട്ടാ, നമ്മൾ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് അവർ ബാങ്ക് നിഫ്റ്റിയെ തന്നെ തിരഞ്ഞെടുത്തത്? ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പം ഒരു ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ ഏറ്റവും കുറച്ച് ഓഹരികൾ വെച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ഇൻഡെക്സുകളൊന്നാണ്. പിന്നെ അതിന് ലിക്വിഡിറ്റി ഏറെയുണ്ട്. ഇപ്പോഴൊക്കെ എൻ്റെ ഒരു എക്സ്പയറി ഡേയിൽ ചേഞ്ചൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് എൻ്റെ ലിക്വിഡിറ്റിയിൽ കുറവുണ്ടായിട്ടുണ്ട്. നിഫ്റ്റി തന്നെയാണ്, അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സിനാണ് ഇപ്പം കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. അപ്പം ഇവർ മാനിപ്പുലേഷൻ നടത്തിയെന്ന് പറയുന്ന സമയങ്ങളിലൊക്കെ ബാങ്ക് നിഫ്റ്റിക്ക് നല്ല രീതിയിൽ ഒരു ഇതുള്ളതായിരുന്നു, ലിക്വിഡിറ്റി ഉള്ളതായിരുന്നു. അപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ അതിൻ്റെ സ്ട്രക്ചർ പഠിക്കുകയാണെങ്കിൽ 5 ഓഹരികൾ കൊണ്ട് തന്നെ 80% വെയിറ്റേജ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇപ്പം HDFC ബാങ്കും ICICI ബാങ്കിനാണ് ഹെവി അതിൻ്റെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അപ്പം HDFC ബാങ്കിന് 28% അതിൻ്റെ വെയിറ്റേജ് ഉണ്ട്, ICICI ബാങ്കിന് 25% ഉണ്ട്. അപ്പോൾ 2 ഓഹരികൾ കൊണ്ട് തന്നെ ആ ഒരു ഇൻഡെക്സിനെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ബാക്കി കൊടാക്കായാലും SBI ആയാലും ആക്സിസ് ആയാലും ഇപ്പോൾ 8% അടുത്തുള്ള ഇൻഡെക്സ് വെയിറ്റേജ് ആണുള്ളത്. അപ്പോൾ ഈ 5 എടുത്താൽ തന്നെ നമുക്ക് 78-80% ആവും അതിൻ്റെ വെയിറ്റേജ്. അപ്പം ഇവർ ചെയ്തിട്ടുള്ള മാനിപ്പുലേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇവർ അണ്ടർലൈൻ ഇൻഡെക്സിനെ ഇവർക്ക് സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ ക്യാഷ് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിലോ ഇവർക്ക് ക്യാഷ് ഡിപ്ലോയ് ചെയ്യേണ്ടതും ഇവർക്ക് ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഓഹരികൾ വളരെ തുച്ഛം, വളരെ 2-3 ഓഹരികൾ കൊണ്ട് തന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു സ്പോട്ട് അല്ലെങ്കിൽ അണ്ടർലൈൻ ഇൻഡെക്സിനെ അവർക്ക് ഇൻഫ്ലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലർ അണ്ടർലൈൻ സ്റ്റോക്കുകൾ, കോൺസ്റ്റുവൻറ്റ് സ്റ്റോക്കുകൾ HDFC ബാങ്ക് ICICI ബാങ്കിലോ ഇവർ അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി എന്നുള്ളതുകൊണ്ട് പറയുന്നതാണ്. HDFC ബാങ്ക് ICICI ബാങ്ക് ചെയ്താൽ തന്നെ പകുതി വെയിറ്റേജ്. അപ്പം ബാക്കി 10 സ്റ്റോക്കുകൾ എങ്ങനെ മൂവ് ചെയ്താലും ശരി, ഈ 2 സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ് കൊണ്ട് തന്നെ ആ ഇൻഡെക്സിൻ്റെ ഡയറക്ഷൻ ഇവർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് ഒരു റീസൺ. പിന്നെ മാത്രമല്ല, നിഫ്റ്റിയിലൊക്കെ ഇത് ചെയ്യണം, നിഫ്റ്റിയിൽ ഇവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നിഫ്റ്റിയിൽ ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു 12 സ്റ്റോക്കുകളെങ്കിലും എടുത്താലുള്ള ഒരു 60% വെയിറ്റേജ് എത്തുകയുള്ളൂ. ബാങ്ക് നിഫ്റ്റിയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു സ്റ്റോക്കിന് ഇൻഡിവിജ്വലി 33% പോകരുത്, 3 സ്റ്റോക്കുകൾ കൂട്ടുമ്പോൾ 62 പോകരുത്. സെമി ആനുവലിയാണ് അതിൻ്റെയൊക്കെ ഒരു റീബാലൻസിങ് നടക്കുന്നത്. അപ്പം വളരെ കുറഞ്ഞ തുകയിൽ അവരുടെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൂള്. അപ്പോൾ ലിക്വിഡിറ്റി ഉണ്ട്, 2-3 ഓഹരി സ്റ്റോക്കുകളുടെ അതിൻ്റെ ക്യാഷിലോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിലോ ബൈ ചെയ്താൽ തന്നെ ആ ഇൻഡെക്സിനെ സ്വാധീനിക്കാനുള്ള സാധ്യതകൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് അതിൻ്റെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. പിന്നെ ഒരു സെക്ടറിലാണ്, അപ്പം ലാർജർ റിസ്ക് അവർക്ക് വരുന്നില്ല. അതായത് ഒരു സെക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള വാർത്തകളെ വരത്തുള്ളൂ. ഇപ്പം ഒരു ജനറലായിട്ടൊരു വാർത്ത വന്ന് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ ബാധിച്ചില്ല. ചിലപ്പോൾ സെക്ടറലായിട്ട് ഒരു ഇതുള്ളതാണെങ്കിൽ, ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതാണെങ്കിൽ ഇവർക്ക് മെറ്റീരിയൽ ഇമ്പാക്റ്റ് കുറവാണെങ്കിൽ അപ്പോഴും ഇവർക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റും. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ഓഹരികളിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടൊരു ഇൻഡെക്സ്, സെക്ടറൽ ഇൻഡെക്സ് F&Oയിൽ അതിന് എലിജിബിലിറ്റി ഉണ്ട്, ട്രേഡ് ചെയ്യാൻ ലിക്വിഡിറ്റി ഉണ്ട്. ഇത് നോക്കുമ്പോൾ അവർക്ക് ബെസ്റ്റ് ടൂളായിട്ട് എടുക്കാൻ പറ്റുന്ന ബാങ്ക് നിഫ്റ്റിയാണ്. സോ നമ്മൾ ഇവരുടെ ഒരു പ്രോസസ്സ് നോക്കുന്ന സമയത്ത് 2023 ജനുവരി തൊട്ട് 2025 മാർച്ച് വരെ ഒരു തട്ടിപ്പ് നടത്തിയെന്നാണ് അവർ പറയുന്നത്. അതും കൂടുതലും ചെയ്തിരിക്കുന്നത് എക്സ്പയറി ഡേയിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഈ എക്സ്പയറിയിൽ തന്നെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, എക്സ്പയറിയിൽ നോർമലി തന്നെ ഒരു വോൾട്ടാലിറ്റി കൂടും. ഒരു ട്രേഡേഴ്സിനെ സംബന്ധിച്ച് വോൾട്ടാലിറ്റി വേണം, എങ്കിൽ മാത്രമേ അവർക്ക് വിചാരിച്ചതിൽ എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും അവർ ഉദ്ദേശിച്ച നേട്ടം കൊയ്യാനും കഴിയത്തുള്ളൂ. ഈ ഇല്ലിക്വിഡാണ്, അല്ലെങ്കിൽ വോൾട്ടാലിറ്റി കുറവാകും, ബിഡ് ആസ്ക് സ്പ്രെഡൊക്കെ കൂടും. അപ്പോൾ അവർ വിചാരിച്ച രീതിയിൽ ആ ഒരു പ്രോഫിറ്റിൽ ഗെയിൻ എത്തണമെന്നില്ല, വിചാരിച്ച രീതിയിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റണമെന്ന് പോലും ഇല്ല വിചാരിച്ച പ്രൈസിന്. അപ്പോൾ എക്സ്പയറി ഡേയിൽ നോർമലി വോൾട്ടാലിറ്റി കൂടുതലായിരിക്കും. കാര്യം എല്ലാവർക്കും പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ഇത് ഇൻഡെക്സ് ഓപ്ഷൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇൻഡെക്സ് ആയതുകൊണ്ട് അത് ക്യാഷ് സെറ്റിൽമെൻറ്റ് ആയാലും മതി. അപ്പോൾ എനിവേ പൊസിഷൻസ് ഉള്ളവരെല്ലാം അറ്റ് ദ മണി ആണെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൻ്റെ പെനാൽറ്റി ഉണ്ട്. അപ്പോൾ നോർമലി തന്നെ ബാക്കിയുള്ള ഡേയ്സിനെക്കാട്ടും ട്രേഡിംഗ് ഡേയ്സിനെക്കാട്ടും വോൾട്ടിലിറ്റി കൂടും. ഒന്ന്. രണ്ടെന്ന് പറയാൻ തീറ്റയുടെയൊക്കെ കാരണം ഓപ്ഷൻസ് ഇവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസിൽ ഇവർ കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്.
ഇപ്പോൾ തീറ്റെടുക്കുക കാരണം വളരെ ചെറിയ പ്രൈസിലോട്ട് നിയർലി ഇപ്പം അറ്റ് മണിയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കുമ്പം അണ്ടർലൈൻ ഇൻഡെക്സിൻ്റെ ഏകദേശം അതേ റേഞ്ചിൽ തന്നെ കിട്ടും. ഇവർ ഔട്ട് മണിയിലാണ് ഇവർ കൂടുതലും ചെയ്തേക്കുന്നത്. അപ്പോൾ വളരെ തുച്ഛമായ പൈസയ്ക്ക് വളരെയധികം എക്സ്പോഷർ എടുക്കാനും ഇവർ ഉദ്ദേശിച്ച രീതിയിൽ ആ ഇൻഡെക്സിനെ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ കിട്ടാവുന്ന നേട്ടത്തിനും നല്ലത് എക്സ്പെറിയാണ്. പിന്നെ മോറോവർ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്തേക്കുന്നതിൻ്റെ രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സെറ്റിലിംഗ് പ്രൈസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം സെറ്റിൽമെൻറ്റ് പ്രൈസിനെ സ്വാധീനിക്കുക എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് അല്ല. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് 30 അവേഴ്സിൽ വോളിയം വെയിറ്റഡ് ആവറേജ് വെച്ചിട്ട് കണക്ക് കൂട്ടിയാണ് എടുക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ വോളിയം ഏത് പ്രൈസിനാണ് നടന്നെന്നുള്ളതിനൊരു ക്ലോസിംഗ് പ്രൈസ് സെറ്റിൽ ചെയ്യുന്നതിന് ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ആക്ടിവിറ്റീസ് ആയിട്ട് സെബി പറഞ്ഞേക്കുന്നതിൻ്റെ ലാസ്റ്റ് 1 ഹവറുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രേഡിംഗ് വോളിയം ഇവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ സ്കോർ ഓഫ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ പ്രൈസ് ഇപ്പോൾ അവർ ഔട്ട് മടിയിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം 80 നിൽക്കുന്നതിനെ വേണമെങ്കിൽ 100ൻ്റെ മേളിലോട്ട് കൊണ്ടെത്തിക്കണമെങ്കിൽ അവർ ആ രീതിയിൽ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൈസ് എത്തിക്കാൻ പറ്റും. അപ്പം ഇപ്പോൾ എക്സ്പയറി എന്ന് പറയുന്നത് വെച്ചാൽ വോൾട്ടാലിറ്റി ഉണ്ട്, ഓപ്ഷൻസിന് അല്ലെങ്കിൽ പ്രീമിയം വളരെ കുറവായിരിക്കും. 3 പറയുന്നത് സെറ്റിൽമെൻറ്റിൽ വരുന്നത് എക്സ്പയറിയിലായതുകൊണ്ട് തന്നെ ക്ലോസിംഗ് പ്രൈസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ലാസ്റ്റ് അവറിലെ ട്രേഡിംഗ് വളരെ ഹ്യൂജായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ക്ലോസിംഗ് പ്രൈസിനെ കൊണ്ട് എത്തിക്കാൻ പറ്റും. അങ്ങനെ എത്തിക്കുന്നതിലൂടെ തന്നെ ഇവർ പ്രോഫിറ്റ് വീണ്ടും മാക്സിമൈസ് ചെയ്യാൻ അവർക്ക് പറ്റും. ഇതുകൊണ്ടാണ് അവർ എക്സ്പയറി എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ കൂടുതൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ആൽഗോ ട്രേഡിംഗ് HFT ഒക്കെ ഇതിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്? ഇവർ പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേമിൽ തന്നെ ഇവർ HFTയും ആൽഗോ ചെയ്യുന്നുണ്ട്. നേരിട്ട് സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലീഗൽ രീതിയിലല്ല. അപ്പോൾ അവർക്ക് ഈ അവരുടെ അൽഗോരിതം എത്രത്തോളം റിഫൈൻഡ് ആണ്, അവരെത്രത്തോളം ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം കേസ് സ്റ്റഡി നടത്തിയിട്ട് വെച്ചാൽ അവർക്ക് അത്രത്തോളം പാറ്റേൺ കിട്ടും. പിന്നെ ഹൈ ഫ്രീക്വൻസി ചെയ്യുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് കോലൊക്കേഷൻ ലേറ്റൻസി അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടാവും. ഒരു റീറ്റെയിലേഴ്സിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് അല്ലത്. അപ്പം അതവിടെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇവർക്ക് നോക്കുമ്പം ഈ പബ്ലിക് ഓർഡർ ബുക്കിൻ്റെ ഒരു ഡാറ്റകൾ വെച്ച് നോക്കുമ്പം എവിടെയാണ് ഒരു ക്ലസ്റ്റർ ഓഫ് ബൈ ഓർഡർ സെൽ ഓർഡർ കിടക്കുന്നതൊക്കെ നോക്കിയിട്ട് അത് അറിയാൻ പറ്റും. നേരിട്ട് പോയി അങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടത്താൻ മാത്രമുള്ള വോളിയം ചെയ്യുന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. റീറ്റെയിലേഴ്സിനെക്കാട്ടും കൂടുതലൊരു ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇവർക്ക് ഒരു എഡ്ജ് ഇവർക്ക് കൂടുതലുണ്ട്. കാരണം പബ്ലിക് ഓർഡർ ബുക്കൊക്കെ ഇവർക്ക് ഈസിലി അനലൈസ് ചെയ്യാൻ പറ്റും. മീൻസ് പെട്ടെന്ന് ആ ഡേറ്റ ലൈവായിട്ട് കിട്ടുന്ന ഡേറ്റകളെ എവിടേക്കാണ് കൂടുതൽ ഓർഡർ, അതായത് ഒരു കറണ്ട് പ്രൈസിൻ്റെ താഴെ ഓർഡർ അല്ലെങ്കിൽ മേളിൽ കിടക്കുന്ന അനുസരിച്ച് എവിടെയായിരിക്കും വില കൂടുതൽ പേര് ടെക്നിക്കൽ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഖ്യാപിത റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ താഴെ കിടക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ആണോ ഇല്ലയോ ഒക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ലിക്വിഡിറ്റി എവിടെയാണ് ഏറ്റവും കൂടുതൽ ബൈ ഓർഡർ നടക്കുന്നത്, അതേപോലെ തന്നെ നോക്കണം ഓർഡർ ഫ്ലോ, ഏത് മാർക്കറ്റിൽ മൂവ് ചെയ്യുന്ന ടൈമിൽ വരുന്ന ഓർഡർ ഫ്ലോയെ അതിൽ നിന്നൊക്കെ അവർക്ക് പാറ്റേൺ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അത്രത്തോളം നോളജ് ലെവൽ അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല. ഒരു ഇൻഡിവിജ്വലിന് ആർക്കും പറ്റത്തില്ല എന്നല്ല പറയും, പറ്റും. അയാളുടെ നോളജ് ലെവൽ, എക്സ്പീരിയൻസും മാർക്കറ്റ് ഡൈനാമിക്സിനെ പറ്റിയുള്ള അറിവ്, ഡീപ്പർ ടെൻഡറിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റായിരിക്കുന്നില്ല. പക്ഷേ ഇവർക്ക് മെഷീൻസ് ഉള്ളതുകൊണ്ട് അവർ അതിൻ്റെ എന്തുമാത്രം രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അനുസരിച്ച് ഈ ഓർഡർ ബുക്കുകൾ, ഓർഡർ ഫ്ലോയുടെ ഇതിൽ നിന്നൊക്കെ അവർക്ക് പാറ്റേൺ അറിയാൻ പറ്റും. അപ്പം ഇതിലൂടെ തന്നെ ഇപ്പം ഒരു ക്ലസ്റ്റർ ഓഫ് ബൈ ഓർഡർ അല്ലെങ്കിൽ സെൽ ഓർഡർ കിടക്കുന്ന ഇവരുടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് അവിടെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഒരു കാസ്കേഡിങ് എഫക്റ്റ് തന്നെ കൂടുതൽ അതിനെ ചെയ്യാൻ പറ്റും. നോർമലിയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വെച്ചാൽ ഒരു വലിയൊരു യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ പോലും HFT അൽഗോ വിടും. ഇപ്പം നമുക്ക് ഒരു വലിയൊരു ലാർജർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയറിനെ ഇപ്പോൾ ഒന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ എപ്പോഴും വാങ്ങാൻ ആഗ്രഹിക്കുന്നവൻ താഴ്ന്ന പ്രൈസിലും വിൽക്കാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ഉയർന്ന പ്രൈസിലും വിൽക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. എപ്പോഴാണ് ഇത് മാച്ച് ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുക. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയർ ഇപ്പോൾ ഒരു ഡയറക്ഷണൽ ബെറ്റ് എടുക്കുക, ഇത് വാങ്ങണം. പുള്ളിയുടെ മീൻസ് അവരുടെ ഫേമിൻ്റെ ഒരു ഓൺ സ്റ്റഡീസ് നടത്തി അവർ വാങ്ങാൻ തീരുമാനിച്ചു ഡയറക്ഷണൽ ബെറ്റ് എടുക്കുക. അപ്പം സ്വാഭാവികമായിട്ട് അവർ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അപ്പം 100 രൂപയിൽ 100 രൂപ തൊട്ട് അവർക്ക് വാങ്ങാം. അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പം മാർക്കറ്റ് പ്രൈസ് 101 നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ 200 ക്വാണ്ടിറ്റി പെട്ടെന്ന് സെല്ല് ചെയ്യുന്നു, അവർക്ക് 100 ക്വാണ്ടിറ്റിയാണ് വാങ്ങേണ്ടത്. തിരിച്ച് പെട്ടെന്ന് ഒരു 200 ക്വാണ്ടിറ്റി സെല്ല് വരുമ്പോൾ സ്വാഭാവികമായിട്ട് 101 വില താഴോട്ടിറങ്ങും, ചിലപ്പോൾ 99 വരെ ആവും. അവിടെ വെച്ച് തിരിച്ച് 300 ക്വാണ്ടിറ്റി വാങ്ങിച്ചു കഴിഞ്ഞാൽ 200 സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി നെറ്റായിട്ട് 100 കിടക്കും. സെല്ല് ചെയ്യുന്ന സമയത്തും ഒരു ബൈ ചെയ്തിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ മാർക്കറ്റിലുള്ള കാര്യങ്ങളാണ്. ഇപ്പം കുറേയൊക്കെ ചിലതൊക്കെ ഈ പറഞ്ഞതൊന്നും അങ്ങനെ വലിയതായിട്ട് അൺലോഫുള്ളാണെന്നോ മാനിപ്പുലേഷൻ രീതിയിലോ പറയാൻ പറ്റില്ല. എല്ലാവരും പ്രോഫിറ്റ് മോട്ടീവായിട്ടാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്.
അപ്പം പ്രോഫിറ്റ് മോട്ടീവ് മാത്രമാണ് മാർക്കറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വികാരവും സംഗതിയും. പിന്നെ നമ്മളും സപ്ലൈ ഡിമാൻഡൊക്കെ പറയുന്നെങ്കിലും മാർക്കറ്റിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് ഗ്രീഡ് ആൻഡ് ഫിയർ തന്നെയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർ മറ്റുള്ള മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ ഇൻട്രാഡേ ലിവറേജുകൾ എടുത്ത് ആ ഒരു അൺലോഫുൾ ഗെയിൻസിന് ശ്രമിച്ചിട്ടുണ്ട്. സെബിയുടെ ചില ചട്ടങ്ങൾ പ്രകാരമുള്ള മാനിപ്പുലേഷൻസിനകത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കുറേ ബ്രോക്കേഴ്സ് കഴിഞ്ഞ വർഷം തന്നെ ഇവരുടെ ട്രേഡിംഗ് പാറ്റേൺസിൻ്റെ ഈ അൺയൂഷ്വൽ ട്രേഡിംഗ് പാറ്റേൺ കണ്ടിട്ട് മാർക്കറ്റിൻ്റെ അകത്ത് നിൽക്കുന്നവർക്ക് ഇത് അത്രയും ഡേറ്റ ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകാനൊക്കെ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്രൊപ്പറേഷൻ ആയിട്ടുള്ള പ്രോഫിറ്റ് വരുന്നു. അപ്പം അങ്ങനെയാണ് സെബിയും ആദ്യം ഒന്നും ഇവരെ മീൻസ് അല്ലെ ബ്രോക്കേഴ്സ് പറയുന്നതിനെ എടുത്ത് പഠിക്കുമ്പം അവർ ഫോറൻസിക് സ്റ്റഡി നടത്തുമ്പോൾ ചെയ്യുന്നവർ. ഇപ്പം ഒരു ഡയറക്ഷണൽ ബെറ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ അല്ലെങ്കിൽ ആരായാലും നമ്മൾ ക്യാഷിൽ വാങ്ങും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വാങ്ങും. അതിനെ ഹെഡ് ചെയ്യാനായിരിക്കും ഓപ്ഷൻസ് ചെയ്യുക. അപ്പം നമുക്ക് ഇൻ കേസ് നമ്മൾ വിചാരിച്ച രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വരേണ്ട അണ്ടർലൈൻസ് ആയിരിക്കണം. അപ്പം പക്ഷെ ഇവർക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇവർ ഡയറക്ഷണൽ ബെറ്റ് എല്ലാം എടുത്തെന്നുള്ള ഏറ്റവും വലിയ സിമ്പിൾ തെളിവെന്ന് പറഞ്ഞാൽ ഇവർക്ക് മിക്കപ്പോഴും ക്യാഷിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ മിനിമൽ പ്രോഫിറ്റോ ലോസോ ആയിരിക്കും. പക്ഷെ അതിൻ്റെ കൗണ്ടറായിട്ട് വരുന്ന ഓപ്പോസിഷൻ ട്രേഡ്സ് നോക്കുമ്പോൾ അവിടെയാണ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ആ ഡിസ്പ്രൊപ്പറേഷൻ ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് തന്നെ അതൊരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി ആണെന്ന് പിടികിട്ടും. അപ്പോൾ പിന്നെ അവരതിൻ്റെ ഈ സെറ്റിൽമെൻറ്റ് ഈ കാര്യങ്ങളൊക്കെ ഇതൊരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഈ ബാക്കിയുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന കരച്ച് ഒരു ഫോൾസ് പ്രൈസ് സിഗ്നൽ പോകുന്നുണ്ട്. അപ്പം ഈ പക്കയായിട്ട് ടെക്നിക്കൽസിനെ മാത്രം നോക്കി വരുന്നവരൊക്കെ ഇതിനകത്തൊക്കെ പോയി കൊടുക്കാം. അപ്പം ഇത്തരം കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. സോ നമുക്ക് ഈ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ FNOയിൽ ഇങ്ങനത്തെയൊക്കെ സ്കാമുകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ FNO സെഗ്മെൻറ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? FNO ഒരിക്കലും റിസ്ക്, അതായത് ഒരു കോംപ്ലക്സ് സ്ട്രാറ്റജീസ് ഒക്കെ നമ്മളൊരു അതിൻ്റെ ഒരു റിസ്കിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തപ്പോൾ എടുക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റായൊരു കാര്യമായിരിക്കും. FNO കോംപ്ലക്സ് ആണ്. സീറോ സമ്മാണ് ഒരു പരിധി വരെ. ഒരു പരിധിയിലും ട്രേഡെല്ലാം സീറോ സം തന്നെയാണ്. അപ്പോൾ ഒരാളുടെ നഷ്ടം മറ്റൊരാളുടെ നേട്ടമാകും. ഇത് ആദ്യകാലത്തേക്കൊരു നമ്മളൊരു ഒരു ഒരു ഹെഡ്ജ് ടൂളായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ട്രേഡിംഗ് സാധ്യത പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയപ്പോൾ കൂടുതൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് ടൂളായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വളരെ ഇതായിട്ട് ചെയ്യുന്നവർ ഡയറക്ഷണൽ ബെറ്റ് എടുക്കുന്നവർ എപ്പോഴും ഇതിനൊരു ഹെഡ്ജിങ് ടൂളായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം അവർ HDFC ബാങ്കിൽ ബൈ ചെയ്യുന്നു. അപ്പം 250 ബൈ ചെയ്തെങ്കിൽ എത്രയാണ് എൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വാങ്ങാൻ ഇച്ചിരി അങ്ങോട്ട് മാറിയാലും ശരി. ഒരാൾ ബൈ ചെയ്യുന്നു, അത് ചിലപ്പോൾ നമ്മൾ എൻട്രി ആയിട്ട് വലിയ മൂവ്മെൻറ്റ് വരത്തില്ല. അപ്പോൾ അതിന് മേളിലൊരു ഔട്ട് ദ മണി ഒരു കോള് റൈറ്റ് ചെയ്തിട്ടാൽ നമുക്കൊരു ഇൻകം കിട്ടും. ഇനി അല്ല ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ US ട്രേഡ് ഡീലിനെ സംബന്ധിച്ച് അൺസർട്ടൻ നിപ്പുണ്ട്. അതിൻ്റെ ഫേവറബിൾ ഔട്ട്കം ആണെങ്കിൽ മാർക്കറ്റ് ട്രിഗർ ആവും, മീൻസ് പോസിറ്റീവായിട്ട് ട്രിഗർ ആവും. ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ വരാം. സ്വാഭാവികമായിട്ട് ഹെവി വെയിറ്റ് ഇൻഡെക്സ് സ്റ്റോക്കാണ് HDFC ബാങ്ക്. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് സെന്റിമെൻറ്റ്സ് മാറുമ്പോൾ ഇൻഡെക്സിൽ വരുന്നൊരു സെല്ലിങ് ഇവരെയും ബാധിക്കാം, വലിയ രീതിയിലുള്ള ഒരാൾ വരെ ബാധിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിത് എക്സിറ്റ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ഇത് ഹോൾഡ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് പുട്ട് ഓപ്ഷൻ എടുക്കാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഓൾറെഡി എൻട്രി ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റിലാണെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്കൊരു ഫ്യൂച്ചർ സെല്ല് ചെയ്തിടാം, ലോക്ക് ചെയ്യാം. നമുക്ക് ആ പർട്ടിക്കുലർ ഗെയിം ഇത് ചെയ്യാം. പല മെത്തേഡുകളുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു സ്പെക്കുലേറ്റീവായിട്ട് പോയി FNOയിൽ റിസ്കിനെ പറ്റിയും മാർക്കറ്റിൻ്റെ ഡീപ്പർ നോളജും ഡീപ്പർ ട്രെൻഡിൻ്റെ നോളജും ആ മാർക്കറ്റ് ഡൈനാമിക്സും ഒക്കെ അറിയാതെ ഒരു തുടക്കക്കാരൻ പോയി FNOയിൽ സ്പെക്കുലേഷൻ ബേസിസിൽ ചെയ്യുന്നതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. അത്തരം കാര്യങ്ങളാണ് സെബി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. ഇത്രയും പറഞ്ഞ നഷ്ടത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടത് ജെയിൻ സ്ട്രീറ്റ് ആണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നമുക്ക് ഒരു ഡയറക്ഷണൽ ബെറ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിൽ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്കൊരു സൈഡ് ഇൻകം ഉണ്ടാക്കാനും ഇച്ചിരൂടെ, അതായത് ലോങ് ടൈം ഇച്ചിരൂടെ ഒരു മീഡിയം ടൈം വിഷനോടെ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയോടെ റിസ്കിനെ പറ്റി മനസ്സിലാക്കിയിട്ട് ചെയ്യണം. പിന്നെ FNOയിൽ എപ്പോഴും സർവൈവ് ചെയ്യണമെങ്കിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ സർവൈവൽ ടെക്നിക്സ് അറിയണം. തീറ്റ, ഇംപ്ലൈഡ് വോൾട്ടലി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിൽ പല ടൂളുകളെയും ഇവരാണ് മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു ട്രെൻഡിനെ ബേസിക്കലി ട്രെൻഡിനെ ഫോളോ ചെയ്യാമെങ്കിൽ വലിയ അബദ്ധങ്ങളൊന്നും പറ്റത്തില്ലാന്ന് തോന്നുന്നു. പിന്നെ ഔട്ട് ദ മണിയിലൊക്കെ വരുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കുകയെങ്കിലും നല്ലതായിരിക്കും. 2016 പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെയൊക്കെ ഒരു ആ ന്യൂസ് അവർക്ക് അവിടെ ഫ്രോഡ് നടന്നായിട്ടുള്ള ബ്രേക്ക് ചെയ്ത സമയത്ത് അന്ന് 230 നിന്ന പ്രൈസ് ചെയ്യുന്ന സമയത്ത് 160-150 ഔട്ട് ദ മണിയിലൊക്കെ അന്ന് പുട്ട് ഓപ്ഷൻസിലൊക്കെ ഒരു വലിയ രീതിയിൽ കരിച്ച ബാങ്കിൻ്റെ അകത്ത് ന്യൂസ് വന്നു. അവർ ബ്രേക്ക് ഔട്ട് ചെയ്തെടുക്കുന്ന ടൈമിലൊക്കെ ഫ്രണ്ട് റണ്ണിങ് അല്ലെ ഇൻസൈഡർ ഇതെന്ന് പറയും.
അതിനൊക്കെ കരിച്ച സ്വാഭാവികമായിട്ട് എല്ലാവരും പ്രോഫിറ്റ് മോട്ടീവ് വേണ്ടതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കും. അതൊക്കെ മുന്നോട്ട് നടക്കാം. അല്ല, ഞാൻ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഒരു റീറ്റെയിലറെ സംബന്ധിച്ച് നോക്കുമ്പം നമ്മൾ അൺയൂഷ്വലായിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള സമയം. അതിനെ റീഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ആ ഒരു ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. F&DISൻ്റെ ഒരു ഫ്ലോ നോക്കണം. പ്രൈസ് വേഴ്സസ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് നോക്കണം. ഫുഡ് കോൾ റേഷ്യോ നോക്കണം. ഇത്രയൊക്കെ നോക്കിയാൽ മാത്രമായിരിക്കും നമുക്ക് F&Oയിൽ ഒരു ഡയറക്ഷനിലായിട്ടൊരു ഇത് കിട്ടുക. ഇത്രയൊന്നും ചെയ്യാതെ ഒരു വളരെ ഇതായിട്ട് പോയി സ്പെക്കുലേറ്റീവ് പെർസ്പെക്റ്റീവ് പോയി ചെയ്യുന്ന ഒരു കാര്യമില്ല. പിന്നെ എക്സ്പയറി ഡേയിൽ പലരും ഹീറോ ഓർ സീറോ എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അത് ഈ റിസ്ക് റിവാർഡിൻ്റെ ബേസിസിൽ നോക്കുമ്പോൾ വേണമെങ്കിൽ, പക്ഷെ അതൊന്നും ഒരിക്കലും നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങളാണ്. ഓരോരുത്തരും മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്ന അവരുടെ ഗ്രീഡോ അവരുടെ ഫിയർ എത്രമാത്രം ഉണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. സെബിയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ വിദേശ കമ്പനികൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു വാച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളൊരു ഇൻസിഡൻറ്റ് നടന്നുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിലും മുന്നേയും ഇതുപോലെ സ്കാമുകൾ നടന്നിട്ടുണ്ട്. സോ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആവുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിലൊരു സ്കാം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണോ? മാർക്കറ്റിൽ സ്കാം ഉദ്ദേശിക്കുന്നത് ഇപ്പം സിസ്റ്റം കൂടെ ചേർന്നിട്ടുള്ള ഒരു തട്ടിപ്പാണെങ്കിൽ അതിനായിരിക്കും കൂടുതൽ ഇച്ചിരിയും കൂടെ ഒരു നമ്മൾ കൺസേൺ ആവേണ്ടത്. കാര്യം സിസ്റ്റം വെയിൽ തന്നെ വിളവ് തിന്നുക എന്നുള്ള അവസ്ഥ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കാര്യം ഇവിടെ സെബി തന്നെയാണ് മാർക്കറ്റിൽ നിന്നൊരു അല്ലെങ്കിൽ ഇങ്ങനെ റൂമർ ഉണ്ടായപ്പം സെബി ആക്ട് ചെയ്തത്. പക്ഷേ അവർക്ക് എപ്പോഴും അവരുടെ ആക്ഷൻസ് ഇച്ചിരി ഡിലേ ആയിട്ടേ വരത്തുള്ളൂ. കാര്യം ചെടിപിടിയിൽ നിന്ന് കയറി ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ നോക്കണം. ഫോറൻസിക് ഓഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ അല്ല. മില്യൺസ് ഓഫ് ട്രേഡ് നടക്കുന്ന ഇതിനെല്ലാം ചെയ്യണം. ഒരു ഫോറിൻ എൻറ്റിറ്റിയാണ്. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ആക്ഷൻസ് എപ്പോഴും അങ്ങനെ ചെയ്യും. പക്ഷേ വൺസ് ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുറേ പേര് അതിൽ നിന്ന് ഡിറ്റർ ചെയ്യിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു പുതിയ ലൂപ്പ് ഹോൾസ് ആയിട്ട് വരും. പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ്. അത് മാറത്തില്ല. അത് മാറുകയാണെങ്കിൽ വിപണിയുടെയും ചലനാത്മകതയൊക്കെ ഒരു പരിധിവരെ പോകും. അപ്പം പക്ഷേ ഈ പറഞ്ഞ നമ്മളെ സംബന്ധിച്ച് കൺസേൺ എന്ന് പറയുന്ന സിസ്റ്റം കള്ളത്തരം ചെയ്യുന്നുണ്ടെങ്കിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെബി ഇതൊരു ഫെയർ ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇടപെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ കേസിൽ പോലും സെബി വളരെ അപൂർവമായിട്ടാണ് ഒരു വിദേശ സ്ഥാപനത്തിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നത് തന്നെ. അപ്പം അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് എടുക്കാം. ആവർത്തിക്കുകയെന്ന് വെച്ചാൽ ഈ രീതിയിലായിരിക്കത്തില്ല, പുതിയ രീതിയിൽ കണ്ടെത്തി ആവർത്തിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. കാര്യം ലാഭമാണ് എല്ലാവരും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രഷർ എപ്പോഴും വരാം. ഗ്രീഡ് ആൻഡ് ഫെയർ സ്റ്റേജിലുള്ള വ്യത്യാസങ്ങൾ വരാം. ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ രീതിയിലായിരിക്കും, പുതിയ രീതിയിലായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ സിസ്റ്റം അങ്ങനെ ഒരു ചെയ്തിട്ടില്ല. അവർ ആ ലൂപ്പ് ഹോൾസ് ആ പർട്ടിക്കുലർ ഇൻഡെക്സിൻ്റെ ഒരു കമ്പോസിഷനെയൊക്കെ വെച്ചിട്ട് അവർ ചെയ്തൊരു കാര്യമാണ്. സെബിയുടെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് മാനിപ്പുലേഷൻ ആക്ടിൻ്റെ അകത്ത് അത് വരും. ഒരു കഴിഞ്ഞ ഫെബ്രുവരി, ഈ 2005 ഫെബ്രുവരിയിൽ ഒരു വാണിംഗ് കൊടുത്തിട്ട് അവർ വീണ്ടും കഴിഞ്ഞ മെയിലും ചെയ്തപ്പോഴാണ് അവർ സ്ട്രിക്റ്റായിട്ട് പിടിച്ച് അപ്പോൾ ആക്ഷനിലോട്ട് വന്നു. മെയിൽ ചെയ്തപ്പോഴത്തേക്ക് ജൂണിൽ അവർ നോക്കിയെടുത്തു. ജൂലൈയിൽ ആക്ഷൻ ചെയ്തു. അതിന് 4,800 കോടി രൂപ പിടിച്ചു വെച്ചു. ബാക്കിയുള്ള ട്രേഡിങ് സസ്പെൻഡ് ചെയ്തു. ബാക്കി തന്നെ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കും. അതിന് ശേഷം ഫൈനലായിട്ട് വെർഡിക്റ്റ് പറയും. അപ്പം അൺലോഫുൾ ഗെയിൻസിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഫോൾസ് പ്രൈസിങ്ങിൽ കൊടുക്കാൻ ശ്രമിച്ചു. ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിനെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. അങ്ങനെ അവർക്ക് ഉണ്ട്. എത്തിക്കലായിട്ടും സിസ്റ്റമിൻ്റെ വെച്ച് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമുക്ക് കാണപ്പെടുന്നത്. ആവർത്തിക്കുന്നുള്ള ചോദ്യത്തിന് ആവർത്തിക്കാനുള്ള സാധ്യതകൾ മുന്നിലുണ്ട് എന്നേ പറയാൻ പറ്റും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.